നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് ഗ്രാൻഡ് മാസ്റ്റർ ഡേവിഡ് നോർവുഡിൻ്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1992-ലാണ്. സീൻ മാർഷ് എന്ന ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ നോർവുഡ് വൈറ്റ് സൈഡും മാർഷ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. നോർവുഡ് G3 മൂവ് ചെയ്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓപ്പണിംഗ് കിങ് ഫിയാങ്കറ്റോ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബിഷപ്പിനെയും നൈറ്റിനെയും ഡെവലപ്പ് ചെയ്ത ശേഷം എത്രയും വേഗം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇനി ബ്ലാക്കിൻ്റെ മൂവ് അനുസരിച്ച് മറ്റു പല ഓപ്പണിങ്ങുകളിലേക്കും ഗെയിമിനെ മാറ്റാനും കഴിയും. നമുക്ക് ബ്ലാക്കിൻ്റെ മൂവ് എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് ഇവിടെ D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ C5 മൂവ് ചെയ്യുന്നതാണ് ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ C5 മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും വേണമെങ്കിൽ C5 മൂവ് ചെയ്തുകൊണ്ട് D4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. എന്നാൽ ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നില്ല, ബിഷപ്പിനെ തന്നെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D3 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ E4ലേക്ക് ഒരു കൺട്രോളോടെ കിട്ടുന്നുമുണ്ട്. അതുപോലെ D5 ക്ലോസ് ആയിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല, പകരം ഡെവലപ്പ് ആവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ E4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ D5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ഈ ബിഷപ്പിനെ കൂടെ ഈ ഡയഗണിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ പോണിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൈറ്റ് റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ആ പോണിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യാണ്. ക്വീനിനെ C7ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ക്വീനിനെ E2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഈ പോണിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാനായിട്ട് വേറെ നല്ല മൂവുകളൊന്നുമില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഈ ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കൂടുതലും കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്സിലേക്ക് ഒരു അറ്റാക്ക് ആരംഭിക്കുകയാണ്. H4 മൂവ് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നില്ല, പകരം ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് H5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ പേജ് പോണിട്ടാണെങ്കിൽ വൈറ്റിന് നൈറ്റ് പേജ് തിരിച്ചുവിട്ടിക്കൊണ്ട് ആ നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. D4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. അടുത്തായിട്ട് വൈറ്റ് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ A5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B4 മൂവ് ചെയ്തുകൊണ്ട് C5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ പേജ് പോണിട്ടാണെങ്കിൽ വൈറ്റിന് A പോൺ പേജ് തിരിച്ചു വെട്ടാം. അപ്പോൾ ആ ബിഷപ്പ് പേജ് തിരിച്ചു വെട്ടുമ്പോൾ ഒരു പോൺ നഷ്ടമാവുമെങ്കിലും വൈറ്റിന് ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പണായി കിട്ടും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫറും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ വൈറ്റിൻ്റെ കിങ്ങുള്ള G5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G6 മൂവ് ചെയ്തുകൊണ്ട് H5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റും ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം B പോൺ ഉപയോഗിച്ച് C5 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതുവരെ രണ്ടുപേരും ഓപ്പണിംഗ് തിയറി പ്രകാരമുള്ള മൂവുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വൈറ്റിൻ്റെ ഈ ഒരു മൂവോടെ ഇത് പുതിയൊരു ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഗെയിമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിനൊരു പോൺ നഷ്ടമായിരിക്കുകയാണ്. നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നതിനായിട്ട് ബ്ലാക്കിന് ഇവിടെ പ്രധാനമായും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് വെച്ച് പോൺ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കാം, അതുമല്ലെങ്കിൽ ഈ പോൺ വെച്ച് വെട്ടിയെടുക്കാം. ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ നൈറ്റ് വെച്ച് പോൺ വെട്ടിയെടുക്കുക എന്നതാണ്. കാരണം ആ ഒരു മൂവോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇവിടെ ബ്ലാക്ക് ഉള്ളതിൽ ഏറ്റവും മോശം ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. പോൺ ഉപയോഗിച്ച് പോൺ വെട്ടിയെടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഈ B5 ഓപ്പണായി കിട്ടിയിരിക്കുകയാണ്. എന്നാൽ B5ലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വൈറ്റ് ഇവിടെ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ വെട്ടുന്നു. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു വിട്ടുന്നു. അതിനുശേഷം റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന്
ഈ B5 കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ക്വീൻ സൈഡിലേക്ക് അറ്റാക്കിന് ചാൻസ് കിട്ടിയതുപോലെ തന്നെ ബ്ലാക്കിന് കിങ് സൈഡിലേക്കും അറ്റാക്കിന് ചാൻസ് ഉണ്ട്. ബ്ലാക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H5 മൂവ് ചെയ്യുന്നു. ഇനി ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ കിങ് സൈഡ് വീക്കാക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വളരെ വ്യക്തമായ പ്ലാനോടെയാണ് വൈറ്റ് ഇവിടെ കളിക്കുന്നത്. വൈറ്റ് ഗെയിമിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ് ചെയ്യുകയാണ്. നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിൻ്റെ ഈ ഒരു മൂവോടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമതായി വൈറ്റിൻ്റെ നൈറ്റ് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ക്വയറുകൾ ഇപ്പോൾ ആ നൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം ഈ ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ് ഈ ഗെയിമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ ബ്ലാക്ക് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ B6-ലുണ്ടായിരുന്ന പോൺ ഉപയോഗിച്ചാണ് പോണിട്ട് എടുത്തത്. എന്നാൽ അതിനു പകരം ഈ നൈറ്റ് ഉപയോഗിച്ചാണ് ആ പോണിട്ട് എടുത്തതെങ്കിൽ വൈറ്റിനിപ്പോൾ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ഇത്രയും സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ബ്ലാക്കും വളരെ വ്യക്തമായൊരു പ്ലാനോടുകൂടി അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. H4 മൂവ് ചെയ്തുകൊണ്ട് G3-ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ചോ പോൺ ഉപയോഗിച്ചോ H4-ലെ പോണിട്ട് എടുക്കുകയാണെങ്കിൽ ആ പോണിന് 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ റൂക്കുകളുടെ ഫയൽ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ ഈ എക്സ്ചേഞ്ച് ഓഫ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അടുത്ത മൂവിൽ H3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. ബിഷപ്പ് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ പോണിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. ബ്ലാക്കിൻ്റെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് വൈറ്റ് എങ്ങനെയാണ് നേരിടുന്നത് നോക്കാം. വൈറ്റ് ഇവിടെ ഇപ്പോൾ പോൺ വെച്ചോ നൈറ്റ് വെച്ചോ ആ പോണിനെ വിട്ടെടുക്കുന്നില്ല. പകരം വളരെ മികച്ചൊരു മൂവ് ചെയ്യാണ്. ബിഷപ്പിനെ G5-ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും H4-ലെ പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. ഇവിടെ വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ D6 സ്ക്വയറിലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കുക എന്നാണ്. അതായത് ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ ഇടുകയാണെങ്കിൽ ആ ബിഷപ്പിന് D6-ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ ഈ നൈറ്റുകൾ ഉപയോഗിച്ച് ആ ബിഷപ്പിനെ തിരിച്ചു വിട്ടേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നൈറ്റിനെ D6-ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കണം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടേക്കെങ്കിലും മാറ്റണം. ഇപ്പോൾ കിങ്ങിനെ B8-ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ കിങ് D8-ലേക്കാണ് മൂവ് ചെയ്താലും റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ഇട്ടെടുത്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ക്വീനിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. A5-ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് വൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് G5-ലെ ബിഷപ്പിനെയും വെട്ടിയെടുക്കാം. ഇതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. വൈറ്റ് നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ C6-ലെ നൈറ്റിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പ് വെച്ച് C6-ലെ നൈറ്റിനോട് എടുക്കാം. ഇതോടെ D7-ലെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വരികയും ചെയ്യും. ബ്ലാക്ക് ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് F7-ലെ പോൺ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ബ്ലാക്കിന് ഇനിയും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും വൈറ്റ് ഈ ഗെയിം ഈസിയായിട്ട് വിജയിക്കുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിൻ്റെ വീട്ടിൽ എടുത്താൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇപ്പോൾ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാതെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ H3 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്താലും വൈറ്റിനിപ്പോൾ ആ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താൽ മതി. അതിനുശേഷം നേരത്തെ കണ്ട പോലെ തന്നെ നൈറ്റ് പോയി ചെക്ക് കൊടുക്കാനും അതേ അറ്റാക്കിൽ തന്നെ ചെയ്യാനും കഴിയും. അങ്ങനെയെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്കിന് സാധ്യതകളുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ഈ D6-ലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ F8-ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് വെച്ച് H4-ലെ പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ G8-ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് പുറകിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും വൈറ്റിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള E5-ലെ പോണിനെതിരെ ബ്ലാക്കിനിപ്പോൾ 3 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് വൈറ്റ് നൈറ്റിനെ തിരിച്ചുകൊണ്ടുവരികയാണ്. നൈറ്റിനെ F3-ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു.
ഇവിടെ ഇപ്പോൾ E5-ലെ പോണിന് ഒരു പീസിൻ്റെ സപ്പോർട്ടേ ഉള്ളൂ എന്ന് കരുതി ബ്ലാക്കിന് നൈറ്റുകൾ ഉപയോഗിച്ച് ആ പോണിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനായിരിക്കും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ H7-ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത റൂക്കിനെ കൂടെ H5-ലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനായിരിക്കും ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ റൂക്കുകളെ ഒരേ ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ ഈ നൈറ്റുകൾ ഉപയോഗിച്ച് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള E5-ലെ പോണിനെ വെട്ടിയെടുത്താൽ എന്തൊക്കെയാണ് പ്രശ്നം നോക്കാം. ഇങ്ങനെ റൂക്കിനെ മൂവ് ചെയ്യുന്നതിന് പകരം നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നതെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാം. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ ഇവിടെ വളരെ മികച്ചൊരു ട്രാപ്പുണ്ട്. അതായത് വൈറ്റിന് റൂക്ക് വെച്ച് B7-ലെ ബിഷപ്പിനെ വെട്ടിയെടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യാം. ബ്ലാക്കിനിപ്പോൾ ക്വീൻ വെച്ച് തിരിച്ചോട്ടാൻ പറ്റില്ല. അങ്ങനെ ക്വീൻ വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ നൈറ്റ് D6-ലേക്ക് വന്ന് ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഫോർക്കും ചെക്കുമാണ്. അതുപോലെ ക്വീനെതിരെ ബിഷപ്പ് വെച്ച് ഡിസ്കവേർഡ് അറ്റാക്കുമാണ്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുത്താലും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ക്വീൻ വെച്ച് റൂക്കിനിട്ടാൻ പറ്റില്ല. എന്നാൽ കിങ് വെച്ച് വെട്ടിയാൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. കിങ് വെച്ചാണ് റൂക്കിനിട്ടാലും നൈറ്റ് D6-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡബിൾ ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് അധികം സ്ക്വയറുകളൊന്നുമില്ല. ഈ സ്ക്വയറിലേക്ക് നൈറ്റിന് കൺട്രോളുണ്ട്. ഈ ഡയഗണൽ ബിഷപ്പിൻ്റെ കൺട്രോളാണ്. ഇനിയുള്ളത് 3 സ്ക്വയറുകളാണ്. ഒന്നുകിൽ B8-ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ B6-ലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ A6-ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ B6-ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ B2-ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. A5-ലേക്കോ A6-ലേക്കോ മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഇവിടെ ഇപ്പോൾ B8-ലേക്കാണ് മൂവ് ചെയ്താലും റൂക്ക് B1-ലേക്ക് ഒന്ന് ചെക്ക് വരും. ഈ ചെക്ക് ഒഴിവാക്കാനായിട്ടും വേറെ ഓപ്ഷൻ ഇല്ല. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും വൈറ്റ് വളരെ വേഗം ഗെയിം വിജയിക്കുകയും ചെയ്യും. അല്ലാതെ കിങ് A6-ലേക്കാണ് മൂവ് ചെയ്താലും വൈറ്റിന് ക്വീനെ B2-ലേക്ക് കൊണ്ടുവരാം. ഇവിടെയും അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. അതൊഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇവിടെ ക്വീനെ B6-ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്താലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ബിഷപ്പിനെ B6-ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ വിട്ടാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഗെയിം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അല്ലാതെ കിങ് A5-ലേക്ക് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബിഷപ്പിനെ D8-ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കാം. ഇങ്ങനെ ബിഷപ്പ് ഉപയോഗിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ക്വീൻ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ഇട്ടാണെങ്കിൽ B5-ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആവും. ഇത് ഒരു ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ബിഷപ്പിനെ D2-ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ ബ്ലാക്കിന് വേറെ ഓപ്ഷനൊന്നുമില്ല. ഒന്നെങ്കിൽ ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. ഈ സമയത്ത് നൈറ്റിനെ B5-ലേക്ക് കൊണ്ടുവന്ന് ഈ ക്വീൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം നൈറ്റ് വെച്ച് ഏതിലെ പോണിന് സപ്പോർട്ടും ചെയ്യാം. ഇനി അടുത്ത മൂവിൽ ക്വീനെ C2-ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാനും കഴിയും. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും ഇവിടെ വളരെ വേഗത്തിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3-ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് E5-ലെ പോണിന് ഒരു സപ്പോർട്ടോ കൊടുത്തൊക്കെയാണ്. ആ പോണിനെതിരെ ഇപ്പോൾ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിന് ആ പോണിനെ വെട്ടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ വെട്ടിയെടുത്താൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുകൊണ്ട് ബ്ലാക്ക് അടുത്തൊരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോയാണ്. റൂക്കിനെ H7-ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പൊസിഷനിൽ വൈറ്റ് വീണ്ടും വളരെ മികച്ചൊരു മൂവ് ചെയ്യാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. നൈറ്റിനെ D6-ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റും ബിഷപ്പുമായിട്ട് ഒരു എക്സ്ചേഞ്ച് ഫോഴ്സ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. വൈറ്റിൻ്റെ ബിഷപ്പിന് D8-ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അല്ലാതെ ഇപ്പോൾ കിങ്ങിനെ B8-ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ റൂക്ക് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് ഫോർക്കും ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു.
ഇപ്പോൾ വൈറ്റിൻ്റെ ഈ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ പോണിനോട് എടുക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് പോണിനോട് എടുക്കുന്നു. ഈ സമയത്ത് നോർവുഡ് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ചെയ്യാണ്. ബിഷപ്പിനെ F4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ആ ക്വീനിന് സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ചെയ്യാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനോട് എടുക്കുന്നു. വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത റൂക്കിനെ കൂടെ B1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ ഇവിടെ നോർവുഡ് മറ്റൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഇവിടെ ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു നോർമൽ മൂവായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനെതിരെയുള്ള അറ്റാക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാണ്. F5 മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഈ റൂക്കിനെതിരെ ഉണ്ടായിരുന്ന അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് വൈറ്റിൻ്റെ ക്വീനെതിരെ തിരിച്ചറ്റാക്ക് കൊടുക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തത് റൂക്കിനിപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. ഇനി ക്വീനെ കൂടെ H5ലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്കിനും സാധ്യതയുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഞെട്ടിക്കുന്ന മൂവ് വരുന്നത്. ആ മൂവാണ് ഈ ഗെയിമിനെ ഇത്രയും ഫേമസ് ആക്കിയതും. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിക്കാൻ കഴിയാത്തവർ നല്ലോണം സമയമെടുത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ടുള്ള 9 മൂവുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ല. ഇനിയുള്ള മൂവുകളെല്ലാം ഫോഴ്സ്ഡ് മൂവുകളാണ്. അതിനായിട്ട് അദ്ദേഹം ക്വീൻ ഉപയോഗിച്ച് C6ലെ നൈറ്റിനായിട്ട് എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ ഡയങ്ങളിലേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ക്വീനായിട്ട് എടുക്കുന്നു. ഇനി അടുത്ത 8 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഇനിയുള്ള 8 മൂവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു ഫോഴ്സ്ഡ് മൂവാണ് കൊടുക്കുന്നത്. നൈറ്റ് ഉപയോഗിച്ച് D4ലെ പോണിനോട് എടുത്തുകൊണ്ട് ഒരു ഡബിൾ ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് ഒരു സ്ക്വയറേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ക്വയറുകളിലേക്കും വൈറ്റിൻ്റെ പീസുകൾക്ക് കൺട്രോളുണ്ട്. അതുകൊണ്ടിപ്പോൾ B6ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്തതായിട്ട് റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്കോറുകളിലേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ A6ലേക്ക് പോവാം, അല്ലെങ്കിൽ A5ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ A5ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഒരു മൂവ് മുന്നേ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും ചെക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ B7ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് A5ലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ഇവിടെ ബിഷപ്പിനെ C7ലേക്കാണ് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു അവസരവും കൊടുക്കുന്നില്ല. ബിഷപ്പിനെ D2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ C6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് A3ലെ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇവിടെയും അത് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. കിങ് ഉപയോഗിച്ച് ആ പോണിനെ എടുക്കേണ്ടി വരുന്നു. ഈ സമയത്ത് ബിഷപ്പിനെ C2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ. കിങ് A2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ B2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. റൂക്കിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ A3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ A1ലേക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ബ്ലാക്ക് ഇവിടെ A1ലേക്കാണ് മൂവ് ചെയ്യുന്നത്.
ഈ സമയത്ത് ഇതുവരെ സൈലൻ്റ് ആയിട്ടിരുന്ന നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ C2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റായി. ബ്ലാക്കിൻ്റെ കിങ് A1ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം A3ലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് പോയി ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് തന്നെയാണ്. ഇവിടേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്. ഈ സ്കോറുകളെല്ലാം റൂക്കിൻ്റെ കൺട്രോളിലാണ്. അതോടെ ചെക്ക് മേറ്റ് ആവും. ക്വീൻ സാക്രിഫൈസിനോടൊപ്പം വളരെ മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.